ഹലോ, കണ്ടില്ലേ? ഇന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല മഴയ്ക്കുള്ള കോളാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ എഴുന്നേക്കാൻ വേണ്ടി ഒരുപാട് വൈകിയെന്ന് തന്നെ പറയാം. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ദോശയ്ക്കുള്ള മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഴുന്നേറ്റപ്പോൾ തന്നെ സാമ്പാർ ഉണ്ടാക്കി. പിന്നെ ഞാൻ ദോശ ചൂടാൻ നിന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ദോശയും സാമ്പാറും ചൂടോടുകൂടി കഴിക്കണമെങ്കിൽ ഇപ്പം തന്നെ വന്നിരുന്നു കേട്ടോ. ഞാൻ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ചൂടോടുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടപ്പോൾ ആദ്യം നന്ദു ഓടി വന്നു കേട്ടോ. അവനാണ് ദോശ സാമ്പാറും കൂടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾ നന്ദുവാണ് കേട്ടോ. പിന്നാലെ എല്ലാവരും വന്നിരുന്നു, അല്ലെങ്കിൽ പിന്നെ തണുത്ത ദോശ തിന്നേണ്ടി വരുമല്ലോ. അപ്പം ഞാൻ അവർക്കുള്ള ദോശ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഇരിപ്പിരിക്കും, അപ്പോൾ എനിക്കും ചുട്ട് തന്നേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നേരത്തെ തന്നെ. അപ്പോൾ ഇങ്ങനെ ഞായറാഴ്ച ഒരു ദിവസമാണല്ലോ നല്ല സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്. എല്ലാവരും ഒരുമിച്ച് സമാധാനത്തിന് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നത് ഞായറാഴ്ചയാണല്ലോ. അപ്പം ഞാൻ അവർക്കുള്ള ദോശയൊക്കെ ചുട്ട് കൊടുത്തു. ചേർന്ന് നേരത്തെ തന്നെ ഇന്നൊരു സ്ഥലത്തേക്ക് പോകണ്ടുണ്ട് കേട്ടോ നേരത്തെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് ദേവമോളാണ് കേട്ടോ ദോശ ചുട്ട് തരുന്നത്. അപ്പോഴേക്കും നന്ദുമണി കളിക്കാൻ പോയിട്ടാ. അവൻ്റെ കൂട്ടുകാരൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ കളിക്കാൻ പോയി. അപ്പോൾ ചേർന്നും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും ദേവയും കൂടിയും പയ്യെ അവിടെ ഇരുന്ന് ഇങ്ങനെ റീലൊക്കെ കണ്ട് ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. അത് തന്നെ ഞായറാഴ്ചകളുടെ പ്രത്യേകത തന്നെ, മടി ദിവസം. അത്രയേ ഉള്ളൂ. ടാറ്റാ. ഹലോ, കണ്ടില്ലേ? ഇന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല മഴയ്ക്കുള്ള കോളാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ എഴുന്നേക്കാൻ വേണ്ടി ഒരുപാട് വൈകിയെന്ന് തന്നെ പറയാം. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ ദോശയ്ക്കുള്ള മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഴുന്നേറ്റപ്പോൾ തന്നെ സാമ്പാർ ഉണ്ടാക്കി. പിന്നെ ഞാൻ ദോശ ചൂടാൻ നിന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, ദോശയും സാമ്പാറും ചൂടോടുകൂടി കഴിക്കണമെങ്കിൽ ഇപ്പം തന്നെ വന്നിരുന്നു കേട്ടോ. ഞാൻ അടുപ്പിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ചൂടോടുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടപ്പോൾ ആദ്യം നന്ദു ഓടി വന്നു കേട്ടോ. അവനാണ് ദോശയും സാമ്പാറും കൂടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾ നന്ദുവാണ് കേട്ടോ. പിന്നാലെ എല്ലാവരും വന്നിരുന്നു, അല്ലെങ്കിൽ പിന്നെ തണുത്ത ദോശ തിന്നേണ്ടി വരുമല്ലോ. അപ്പം ഞാൻ അവർക്കുള്ള ദോശ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഇരിപ്പിരിക്കും, അപ്പോൾ എനിക്കും ചുട്ട് തന്നേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നേരത്തെ തന്നെ. അപ്പോൾ ഇങ്ങനെ ഞായറാഴ്ച ഒരു ദിവസമാണല്ലോ നല്ല സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത്. എല്ലാവരും ഒരുമിച്ച് സമാധാനത്തിന് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്നത് ഞായറാഴ്ചയാണല്ലോ. അപ്പം ഞാൻ അവർക്കുള്ള ദോശയൊക്കെ ചുട്ട് കൊടുത്തു. ചേർന്ന് നേരത്തെ തന്നെ ഇന്നൊരു സ്ഥലത്തേക്ക് പോകണ്ടുണ്ട് കേട്ടോ നേരത്തെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഇരുന്നപ്പോൾ എനിക്ക് ദേവമോളാണ് കേട്ടോ ദോശ ചുട്ട് തരുന്നത്. അപ്പോഴേക്കും നന്ദുമണി കളിക്കാൻ പോയിട്ടാ. അവൻ്റെ കൂട്ടുകാരൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ കളിക്കാൻ പോയി. അപ്പോൾ ചേർന്നും പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനും ദേവയും കൂടിയും പയ്യെ അവിടെ ഇരുന്ന് ഇങ്ങനെ റീലൊക്കെ കണ്ട് ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. അത് തന്നെ ഞായറാഴ്ചകളുടെ പ്രത്യേകത തന്നെ, മടി ദിവസം. അത്രയേ ഉള്ളൂ.